ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കിയാൽ മതി. നല്ല കെയറിങ് ആയിരിക്കും ഒരു ഭാര്യയ്ക്ക് വേണ്ടത്. ഇതായിരിക്കില്ല ഭർത്താവിന് വേണ്ടത്. ഭർത്താവിനെ യാത്രയാക്കി എന്ന് വിചാരിക്കുക, യാത്രയാക്കി, ഭാര്യ യാത്രയാക്കി. നമ്മളെ സംബന്ധിച്ച് ഞാൻ ഗുരുവായൂരിൽ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി കണ്ണൂരിലേക്ക്. ഞാൻ പോയിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് കുടുംബമുള്ളത്. ഓരോ പോയിന്റിൽ എന്നെ വിളിച്ച് നോക്കരുത്, എവിടെ എത്തി, എവിടെ എത്തി, എവിടെ എത്തി. എന്നാൽ നേരെ തിരിച്ചായിരിക്കും ഒരു ഭാര്യയ്ക്ക് വേണ്ടി വരും. അവളെ ഞാൻ ബസ് കയറ്റി വിട്ടിട്ട് എല്ലാ ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ വിളിച്ചറിയും, ഞാനിതേ ഇവിടെ എത്തി. ഞാൻ ഇതൊക്കെ എന്തിനാ എന്നോട് പറയണേ? നീ എവിടേക്കെങ്കിലും പോയിട്ട് പതുക്കെ 3 ദിവസം കഴിഞ്ഞ് പോയി, ഇതൊക്കെ മറക്കാനല്ലേ ഈ വിട്ടത്? ഈ ചിരിച്ചവരും ഞാനും തുല്യ ദുഃഖിതരാണ്. പ്രേമത്തിന് 3 സ്റ്റെപ്പുണ്ട്. ഇത്ര നേരം ഇങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പിന്റെ പേര് ഹണിമൂൺ സ്റ്റെപ്പ് എന്നാണ്. നമുക്കൊരാളെ കാണുമ്പോൾ ഒരു ഇൻഫാക്ച്വേഷൻ ഒക്കെ തോന്നും. ഹണിമൂൺ സ്റ്റെപ്പിൽ അതാണ് ഉണ്ടാവും. നമുക്കൊരു നോട്ടം, ഹോർമോണിന്റെ പരിപാടി. അതെ, നിങ്ങൾ ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നിയില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഒരു ആൺകുട്ടിക്ക് എല്ലാ പെൺപിള്ളേരെ കണ്ടാലും എന്തെങ്കിലും തോന്നും. ഒരു കുറവുകളും നമ്മൾ ശ്രദ്ധിക്കില്ല. ഹൈറ്റ് കുറവുണ്ടോ ശ്രദ്ധിക്കില്ല, കോന്തറമ്പല്ലുണ്ടോ, അതൊക്കെ ഭംഗിയായിട്ട് തോന്നും. ഹായ് കോന്തറമ്പല്ലേ, എന്തൊരു എന്നൊക്കെ പറയും. രണ്ടാമത്തെ സ്റ്റെപ്പ് റൊമാൻസ് സ്റ്റെപ്പിലാണ് ഫോൺ വിളികളൊക്കെ ഉണ്ടാവുക. എപ്പോഴും അയാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അയാളെക്കുറിച്ച് പഠിക്കുക. എന്നിട്ട് ഈ റൊമാൻസ് സ്റ്റെപ്പിൽ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളെ ജീവിതം തീർന്നു. എപ്പോഴും മറ്റുള്ള എടി അവൻ എന്നെ നോക്കി, അപ്പൊ നമ്മൾ അതിന് ഞാനത് വേണം. അയ്യോ. മൂന്നാമത്തെ സ്റ്റേജാണ് പവർ സ്ട്രഗിൾ സ്റ്റേജ്. ഈ റൊമാൻസ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ കത്തി താഴെ പോകും. അത് കഴിഞ്ഞ് പിന്നെ മൊത്തം ഒബ്സർവേഷൻ ആയിരിക്കും. ഇവളെന്താ ഈ നേരത്ത് ഓൺലൈനിൽ മൂഡ് സിംഗ്. ഇത് എനിക്കിട്ടുള്ളതാണല്ലോ. എന്റെ പേരെന്നെ ഇപ്പൊ മൂഡ് സിംഗ് എന്നാ. ഞാൻ കഴിഞ്ഞ ദിവസം നടക്കും ദേടാ നമ്മുടെ മൂഡ് സിംഗ് പോണു. അത് പക്ഷെ കത്തിയില്ല, കുറച്ച് 2 ദിവസം കത്തിയുള്ളൂ. കുറച്ചും കൂടിയും വരേണ്ടതായിരുന്നു. പോരാ, ഒന്നും കൂടി കത്തേണ്ടതായിരുന്നു. മൂഡ് ഡിസോർഡർ ഉണ്ടാവും, മൂഡ് സിംഗ് ഉണ്ടാവും. എൻ്റെ വൈഫ് ഇടയ്ക്ക് ഇതിനാണ് നമ്മൾ പറയാതെ ഭദ്രകാളി, മദർ തെരേസ. അതായത് ചില സമയത്ത് ഭദ്രകാളി, ദൈവങ്ങളൊന്നും പറഞ്ഞല്ലോ കേട്ടോ. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ദേഷ്യം, മദർ തെരേസ ശാന്തി സമാധാനം. ഞാൻ വൈഫിനോട് പറഞ്ഞു, ഞാൻ ഭദ്രകാളി ആകുമ്പോൾ താങ്കൾ മദർ തെരേസ ആവണം, താങ്കൾ ഭദ്രകാളി ആകുമ്പോൾ ഞാൻ മദർ തെരേസ ആയിക്കോളാം. 15 വർഷമായിട്ട് ഞാനാണ് മദർ തെരേസ. ആ മനുഷ്യന്റെ മുഖത്തൊരു ആശ്വാസം നോക്കി. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്ന് റിലാക്സ് ചെയ്യട്ടെ. അവള് നേരിട്ടതൊന്നും പറയാൻ പറ്റില്ല. അത് ഈ വിവാഹം കഴിച്ചവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. 2 തരത്തിലെ എക്സാമിന് അഭിമുഖീകരിക്കുക. 1 എക്സാം പേടി, 2 എക്സാം നാക്കുന്നവർ പേടിക്കണ്ട. എക്സാം കഴിഞ്ഞ റിസൾട്ട് വരുമ്പോൾ നാട്ടുകാരും വീട്ടുകാരൊക്കെ നമ്മുടെ മുഖത്തേര്. എക്സാമിന് ടെൻഷൻ ഉണ്ടോ എന്ന് അറിയാൻ ഒരു ടെസ്റ്റ് ഉണ്ട്. എന്താണെന്നറിയോ? എക്സാം ഹാളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓർമ്മയുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ മറന്നു, പുറത്തിറങ്ങിയപ്പോൾ ചിലവർക്ക് വീട്ടിൽ പോയിട്ട് കുളിക്കുമ്പോഴാണ് ഓർമ്മ വരും. ആ ഷവറിന്റെ കീഴിൽ അയ്യോ അയ്യോ. വിജയിച്ചവർക്കും തോറ്റവർക്കും ഒരേ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളാണ്. ഒറ്റണത്തിനും രാവിലെ എഴുന്നേൽക്കാൻ ഇഷ്ടമല്ല. വിജയിച്ചവർ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുക. വിജയിച്ചവർക്കും ഇഷ്ടമല്ല രാവിലെ എഴുന്നേൽക്കാൻ, തോറ്റവർക്കും ഇഷ്ടമല്ല രാവിലെ എഴുന്നേൽക്കാൻ. പക്ഷെ വിജയിച്ചവർ എങ്ങനെയെങ്കിലും എഴുന്നേൽക്കും. അതാണ്. തോറ്റവർ അവിടെ കിടന്നുറങ്ങും. വിജയിച്ചവർക്കും നോ കേൾക്കാൻ ഇഷ്ടമല്ല, തോറ്റവർക്കും നോ കേൾക്കാൻ ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ പോയിരുന്ന് കേൾക്കും. തൊലിക്കട്ടി അതിട്ടു കണ്ടാമൃഗം നാണിച്ചു പോകാറ്. എന്റെ പൊന്നു ചേച്ചേ, അതാവണോ? അത് നമ്മൾ അനുഭവങ്ങൾ കൊണ്ട് നേരിട്ടതാണ്. തൊഴിൽപരമായിട്ട് ഇപ്പൊ ലോട്ടറി ടിക്കറ്റുകാരാണല്ലോ, ലോട്ടറി വിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കേൾക്കുന്ന ആൾക്കാർ. നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ പോകുമ്പോൾ അവർ 5 കോടി നമുക്ക് വെച്ച് നീട്ടും. നമ്മൾ
അവർ കരയാൻ പോകുന്നുണ്ടോ? അവർ കരയുന്നുണ്ടോ? ഇല്ല. സെയിൽസ് എല്ലായിടത്തും നടക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് കാണിച്ചിട്ട് തന്നെയാണ് എല്ലാവരും വിൽക്കുന്നത്. കാമുകിയെ വീഴ്ത്തുന്നത്, കാമുകന് കാമുകിയാവുന്നതിന് മുമ്പ് അടുത്തോ പ്രകൃതി, വികൃതി, സംസ്കൃതി. വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ വിരുന്നുകാരെ യാത്രയാക്കാൻ അമ്മ പോയപ്പോൾ ബാക്കി വന്ന ജിലേബി എടുത്ത് 5 വയസ്സുകാരെ കഴിച്ചാൽ അതവൻ്റെ പ്രകൃതിയാണ്. പക്ഷെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ജ്യൂസ് തട്ടിമറിച്ചിട്ടാൽ അത് വികൃതിയാണ്. ഇനി സംസ്കൃതി ഉണ്ട്. അമ്മ വരുന്നവരെ കാത്തു നിന്നിട്ട് അമ്മ എടുത്തോട്ടെ, അതാണ് സംസ്കൃതി. ഒരു പെൺകുട്ടിയോട് പ്രേമം തോന്നുന്നത് പ്രകൃതിയാണ്. പക്ഷെ കാണുന്ന എല്ലാ പെൺപിള്ളേരോടും പ്രേമം തോന്നുന്നത് വികൃതിയാണ്. സംസ്കൃതി എന്ന് പറയുന്നത് അവളോട് പോയി പറയലാണ്. ഇനി അവള് നോ പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്ത് വിഷമല്ല, ഒരു വിഷമം. അതാണ്. അല്ലാതെ സ്റ്റോക്കിങ്, അതിൻ്റെ പുറകെ നടക്കല്, പിന്നാലെ നടക്കല്, ബ്ലോക്കിൽ അത് ഇത് ഓൺലൈന് സംസ്കൃതി അല്ല. നിങ്ങൾക്കൊരാളോട് സ്നേഹം തോന്നി, പ്രേമം തോന്നി, അമ്മയുടെ അടുത്ത് പോയി പറയണം, അമ്മ ഞാനിന്ന് പോകുന്ന വഴിക്ക് ഒരു പയ്യനെ കണ്ടു, നല്ല രസമുണ്ട്, ബൈക്കിൽ ഇങ്ങനെ പട്ടിമൂത്രം ഒഴിക്കുന്നുണ്ട്, അത് എന്നെ ആകർഷിച്ചു, അവനോട് എനിക്ക് പ്രേമമുണ്ട്. അപ്പോൾ അമ്മ അങ്ങനെ പറയുന്ന ഒരു അമ്മ ഉണ്ടെങ്കിൽ നടക്കില്ല. പോപ്പുലർ ഉണ്ട്, പെർഫെക്റ്റ് ഉണ്ട്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പോപ്പുലറിൻ്റെ ഓപ്പോസിറ്റാ. വരച്ച പോലെ ജീവിക്കും. യൂണിഫോമൊക്കെ കൃത്യം, കറക്റ്റ് വെൽറ്റ്, ഹോള്, അത് മുടി കറക്റ്റ് വെച്ച്. ഇവിടെ പെർഫെക്റ്റ് കുറവാണ്. പിന്നെ എല്ലാതും കൃത്യസമയത്തിന് വരും, കൃത്യസമയത്തിന് തന്നെ പോവും, കൃത്യമായിട്ട് രേഖകളുണ്ടാവും, എഴുതി കറക്റ്റായിട്ട് വെക്കും. പെർഫെക്റ്റ്. ഇപ്പം എൻ്റെ അങ്കിളിൻ്റെ 2 മക്കൾ, മോന് പോപ്പുലറും മോള് പെർഫെക്റ്റാണ്. മോളുടെ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ വാവ് എന്തൊരു മനോഹരമായ ജീവിതമാണ്, ഭൂമി എത്ര മനോഹരം. കാരണം അവളുടെ റൂം മനോഹരമാണ്, ക്ലീൻ കട്ടനൊക്കെ കറക്റ്റ്, തോർത്തിട്ട് ആ തോർത്തുമ്പോൾ ഇങ്ങനെ വിരിച്ചിട്ട് അതിൻ്റെ 2 അറ്റം ഒരേപോലെ. അവളുടെ റൂമിൽ കയറിയാൽ നമ്മൾ വിചാരിക്കും വാവ് കുറേ കാലം ജീവിക്കണം എന്നൊക്കെ ചിന്തിക്കും. അത് കഴിഞ്ഞിട്ട് ഇവളുടെ ആങ്ങളുണ്ട് മറ്റേ പോപ്പുലർ, അവൻ്റെ റൂമിലേക്ക് കയറി എന്തിനാ ജീവിക്കണം, കൊറോണ തീർന്നിട്ടില്ല, ഇവനെ കണ്ട കൊറോണയുടെ പുതിയ വകഭേദം, ആ കസേരയുടെ മുകളിൽ വലിച്ചിട്ടിരിക്കുന്ന ജോക്കി ഒക്കെ ഇങ്ങനെ എന്നിട്ട് കാറ്റത്ത് കിടന്നിട്ട് ഇതിങ്ങനെ ആടി നമ്മളെ മാടി വിളിക്കുക, ഇങ്ങനെ നമ്മളെ വിളിക്കുക. സെയിൽസിൽ പെർഫെക്റ്റ് വേണ്ട, പോപ്പുലർ ഓടിച്ചാടി നടക്കുന്ന മനുഷ്യനായിരിക്കണം. അല്ലാതെ ഒരു കച്ചവടം ചെയ്യാനായിട്ട് മടി എന്നാണ് സാറേ, അത് ഇതാ നമ്മുടെ പ്രൊഡക്റ്റാണ്, എടുത്തോ. അതല്ല വേണ്ടത്, ഇടിച്ച് കയറണം. ഒരു സ്കൂളിൽ പോയപ്പോഴേ 6ാം ക്ലാസ്സിലെ കുട്ടിക്ക് പറയുന്നു, അവിടെ കണ്ടോ 4ൽ തുടങ്ങി എന്നോടോ ബാല ഒരു ക്യാമ്പ് എടുക്കാൻ നൈറ്റില് ഒരുത്തനെ കാണാനില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ ഒരുത്തിയും കാണാനില്ല. തപ്പി നോക്കുമ്പോ 2 ഗ്രൗണ്ടില് മരത്തുമ്പോ ചാരി നിന്നൊരു ഹൃദയം കൈമാറും. എന്നിട്ട് അവള് പറയാം ഞാൻ ഇവന്റെ കൂടെ ജീവിക്കുള്ളൂ. കിഡ്നി പോലും മുളച്ചിട്ടില്ല 6ാം ക്ലാസ്സിൽ. പിന്നെ +2 കഴിയുമ്പോഴേക്കും ഒളിച്ചോട്ടം. എന്നിട്ട് മറ്റേ ആ പാട്ടിലിരുന്ന് എന്തായിരുന്നു ആ പാട്ട്, ഏതാ പാട്ട്, അതും പിടിച്ച് പോണ കണ്ടിരുന്ന വര പോലത്തെ ഒരു സാരി ഇങ്ങനെ പിടിച്ചിട്ട് ആ വിളക്കിന്റെ ഭാരത്തിൽ അഭിശേഷം പോണത്. ജീവിതത്തിൽ ചെയ്യരുത്, ഒളിച്ചോ പോകരുത്. എന്ത് കാര്യമുണ്ട്, അവൻ ബോയ്സ് വന്നിട്ടുണ്ട് ഭയങ്കര സെറ്റപ്പാണ്, നമ്മള് മാംഗ്ലൂർ ഇങ്ങനെ പോയിട്ട് അവിടെ റൂമിൽ നമ്മളോട്ട് എന്തിനാ 3 ദിവസം ഉമ്മ 3 ദിവസം ഉമ്മ തന്നിട്ട് അവസാനം അവള് തന്നെ ചോദിക്കും ചേട്ടാ ഉമ്മ മാത്രമേ ഉള്ളൂ, ഭക്ഷണം വേണ്ടേ? ഭക്ഷണം ഉണ്ടാക്കണേ എന്ത് വേണം? കാശ് വേണം. കാശ് ഉണ്ടാക്കണേ എന്ത് വേണം? പഠിക്കണേ എന്ത് വേണം? ജോലി വേണം. അതന്നെ പണി. ജോലി കിട്ടാൻ എന്ത് വേണം? പഠിക്കണം. നമ്മുടെ ലൈഫിൽ ഒരു സ്വപ്നം ഉണ്ടാവും, ടാഗ് നോക്കാതെ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ക്ലോക്ക് നോക്കാതെ പണിയെടുക്കാൻ പറ്റും. അതെ, നമ്മളൊക്കെ ജ്യൂസ് കടയിൽ പോയി കഴിഞ്ഞാൽ എവിടെ നോക്കുക പറയും, ജ്യൂസിന് റൈറ്റ് സൈഡില് 190, 220, 230, 30.
ലൈം ജ്യൂസ്. നമ്മളൊക്കെ അങ്ങനെയാണ്, അങ്ങനെ ആയിരുന്നു. ഇപ്പം അത് നോക്കാതെ പറ്റും. എൻ്റെ ഭാര്യ പറയാറുണ്ട്, നമ്മളിങ്ങനെ ഈ പ്രോഗ്രാമുകളിൽ ഇങ്ങനെ സക്സസ് ആയിട്ട് ഇങ്ങനെ വരുമാനം വന്നു തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞത്, ഇപ്പം ഞാൻ വില നോക്കാതെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. വില നോക്കാതെ വാങ്ങിക്കാൻ പറ്റുക അതൊരു ഭാഗ്യമല്ലേ? നമ്മൾ നമ്മുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ ചില പ്രത്യേകതകളൊന്നും കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സീ യുവർ പാർട്ട്ണർ വിത്ത് ഇൻറ്റൻഷൻ, സീ ദ പേഴ്സൺ വിത്ത് പർപ്പസ്, സീ ദ പേഴ്സൺ വിത്ത് വാല്യൂ. വെറുതെ ആ പാർട്ട്ണർ മുഖത്തേക്ക് വെറുതെ ഇങ്ങനെ നോക്കിക്കോ. ഇയാൾക്ക് എന്ത് പ്രത്യേകതയുള്ളത് വെറുതെ നോക്കണോ മനുഷ്യ. ആ സാരല്ല, അതൊക്കെ നമ്മൾ എത്രയോ പ്രശ്നങ്ങൾ നേരിട്ടിരിക്കുന്നു. വേണോ എന്നൊക്കെ. ഓക്കെ, വെറുതെ നോക്കിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി അയാൾക്ക് എന്ത് പ്രത്യേകതയുള്ളത് വെറുതെ ആലോചിച്ച് നോക്ക്. ഈ പ്രോസസ്സ് ഇപ്പോഴല്ലാതെ ചിലപ്പോൾ ചെയ്യൂല്ലോ. നമ്മൾ പലപ്പോഴും സൈഡ് ബൈ സൈഡ് ഇരുന്നിട്ട് കാറിൽ സൈഡ് ബൈ സൈഡാണ് ഇരിക്കുക, റെസ്റ്റോറൻറ്റിൽ ചിലർ സൈഡ് ബൈ സൈഡ് ഇരിക്കും, നടക്കുമ്പോൾ കൈ പിടിച്ചിട്ട് സൈഡ് ബൈ സൈഡാണ്. ഈ ഫേസ് ടു ഫേസ് അപൂർവം, കിടക്കുമ്പോഴും സൈഡ് ബൈ സൈഡാണ്. ഫേസ് ടു ഫേസ് ഇരിക്കണം. ഇപ്പം ഇരിക്കുന്നത് സൈഡ് ബൈ സൈഡല്ലേ, നിങ്ങൾ എന്നെയല്ലേ കാണുന്നത്, ഇയാളെ കാണുന്നില്ലല്ലോ. ഇങ്ങനെയാണ് നമ്മൾ നടക്കുമ്പോൾ ഓടുമ്പോൾ, പിന്നെ കാറിലാണ് ബഹുഭൂരിപക്ഷം പേര് ഇരിക്കുന്നത്, പക്ഷേ സൈഡ് ബൈ സൈഡാണ്. ഫേസ് ടു ഫേസ് ഇരുന്ന് ഒന്ന് നോക്കി അയാളെ ഒന്ന് വെറുതെ ഉൾക്കൊള്ളടോ, എന്ത് രസമുണ്ടാവും, ഭയങ്കര. എന്നിട്ട് ബി റൊമാൻറ്റിക്. 700 കോടി ജനങ്ങളുണ്ട്, നമുക്കൊരു ഭാര്യയുള്ളൂ. 700 കോടി ജനങ്ങളുണ്ട്, ഇയാളാണ് നമ്മുടെ ഭർത്താവ്. 3-4 കുറവേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അത്രയല്ലേ ഉണ്ടാവുള്ളൂ, ആകെ 3-4 കുറവുകളേ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത് മാത്രമേ ഉള്ളൂ. പപ്പി ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ പൂച്ചയെ പട്ടിയൊക്കെ വാങ്ങിക്കാൻ പോകുന്ന സ്ഥലങ്ങളില്ലേ, എന്തായാലും പറയാം, പെറ്റ് ഷോപ്പിൽ ഭാര്യ ഭർത്താവ് മക്കള് ഒക്കെ കൂടി വരുന്നു. ഭാര്യ ചിലപ്പോൾ അൺഇൻട്രസ്റ്റഡ് ആയിട്ട് ആളവിടെ നിൽക്കുന്നു, ഭർത്താവും മക്കളും ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നു, ഭാര്യ ഇങ്ങനെ നിൽക്കുന്നു. ഭാര്യ ഇങ്ങനെ, ആ ലേഡി ഇങ്ങനെ ഒരു പൂച്ചയെ നോക്കുന്നു. ഇത് സെയിൽസ്മാൻ കാണുന്നു. അപ്പോൾ സെയിൽസ്മാൻ പറഞ്ഞു, മാഡം ഇഷ്ടപ്പെട്ടോ പൂച്ച? അയ്യോ വേണ്ട പൂച്ച. അല്ല മാഡം വെറുതെ ഒന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ ഈ പൂച്ചക്കുട്ടി എടുത്ത് മാഡത്തിൻ്റെ കയ്യിലിങ്ങനെ കൊടുക്കുമ്പോൾ മാഡം ഇങ്ങനെ അയ്യോ ഏതാളുടെ കൂടെ ആ പൂച്ച ഇണങ്ങും. അതൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിന് തടവുന്നു. പിന്നെ സെയിൽസ്മാൻമാർ 4-5 പേര് അയ്യോ മേഡത്തിൻ്റെ കൂടെ അയ്യോ ഇണങ്ങി. ഭർത്താവും മക്കളൊക്കെ തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച, ഭാര്യ ഇങ്ങനെ നടുക്കിൽ നിൽക്കുന്നു, പൂച്ച ഇങ്ങനെ ഇണക്കുന്നു, ചുറ്റും ആളുകൾ നിൽക്കുന്നു. അവിടെ സിറ്റുവേഷൻ സൃഷ്ടിക്കപ്പെടുന്നു. എല്ലാവരും ഇയാളുടെ മുഖത്തേക്ക് നോക്കുന്നു. എന്നിട്ട് ഭാര്യ ചേട്ടാ ഇത് എന്നായിട്ട് ഇണങ്ങി. പിന്നെ എല്ലാ കണ്ണുകളും ഭർത്താവിൻ്റെ മുഖത്താണ്. ഇവിടെ സിറ്റുവേഷനിൽ എന്ത് സംഭവിച്ചു നിങ്ങൾ തന്നെ പറ. അയാൾക്ക് പ്രഷർ വന്നു. എന്ത് കഴിച്ചവർക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊരു ചോദ്യം അയാൾ ചോദിക്കും. ഹീറോണ്ടേ ഇഷ്ടപ്പെട്ടു ചേട്ടാ എടുത്തോ. ഈ പൂച്ചക്കൊക്കെ എന്ത് വില ഉണ്ടെന്നറിയോ? എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് അവൻ പറഞ്ഞു പേർഷ്യൻ ക്യാറ്റിനെ വാങ്ങിച്ചു കൊടുക്കാൻ. ഞാൻ പോയപ്പോ 18,000 രൂപ. അവന് ഇത്രയും വിലയില്ല. മറ്റുള്ളവർ കാണുമ്പോൾ ചെയ്യുന്നതാണ് പെരുമാറ്റം, മറ്റുള്ളവർ കാണാത്തപ്പോഴും ചെയ്യുന്നതാണ് എന്ത് സ്വഭാവം. നമ്മളിങ്ങനെ നടന്നു പോകുന്നു, ഒരു 100 രൂപ അവിടെ കിടക്കുന്നു. ചിലവരുണ്ടിങ്ങനെ 100 രൂപ അപ്പൊ അതെടുക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടാ ഒരു 100 രൂപ. വീടിനുണ്ട് പെരുമാറ്റവും സ്വഭാവമുണ്ട്. മറ്റുള്ളവർ കാണുമ്പോൾ വീട് ഒരു പ്രത്യേക തരത്തിൽ, കാണാത്തപ്പോൾ വീട് വേറെ തരത്തിൽ. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ബന്ധുക്കൾ വീട്ടിലേക്ക് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? വീടിന്റെ സ്വഭാവം അവർ കാണും ഇല്ലേ? പക്ഷെ ഒരു 15 മിനിറ്റ് മുമ്പ് ബന്ധുക്കൾ വിളിച്ചു പറഞ്ഞിട്ട് വന്നത്, അതെ ഞങ്ങളിവിടെ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്, ഇപ്പൊ വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ എൻ്റെ വീട്ടിൽ നടക്കുന്നല്ലേ, അമ്മയൊക്കെ വന്നിട്ട് മൊത്തം ഡ്രസ്സ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്ത് കൂട്ടിയിട്ട് കട്ടലിൽ കൊണ്ടുപോയിട്ട് അതിന്റെ മുകളിൽ പുതപ്പങ്ങോട്ട് വിട്ടു. ഇതിലിങ്ങനെ കാത്തേക്ക് വാ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കാണുന്നതാണ് വീടിന്റെ പെരുമാറ്റം. കാരണം ഒരാൾ കാണാൻ പോവല്ലേ. അത് കഴിഞ്ഞിട്ട് ഈ വന്ന ബന്ധുക്കള് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ യഥാർത്ഥ സ്വഭാവം ബാത്റൂമിലുണ്ട്. അപ്പൊ വീട്ടുകാര് പറയും ഇപ്പൊ തന്നെ പോണോ, പിടിച്ചു നിന്നൂടെ. നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ വിചാരിച്ചാൽ, സെക്യൂരിറ്റി ചേച്ചി വിചാരിച്ചാൽ, അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫ് വിചാരിച്ചാൽ നമ്മുടെ സെയിൽസ് അല്ലെങ്കിൽ ഇംപ്രഷൻ കളയാൻ പറ്റും. ചില സെക്യൂരിറ്റികൾക്ക് ഒരു സ്വഭാവമുണ്ട്, വണ്ടി നിർത്തിയ ആളുകൾ മൊത്തം ഇറങ്ങിയാലേ പറയൂ മാറ്റിയിടാൻ. അതുവരെ അങ്ങനെ ഇരിക്കും. ഇറങ്ങിയോ എല്ലാവരും ഇറങ്ങിയോ ചേട്ടൻ ഇറങ്ങി, ചേട്ടൻ്റെ ഭാര്യ ഇറങ്ങി, കുട്ടി ഇറങ്ങി, പട്ടിക്കുട്ടി ഇറങ്ങി, ഓക്കെ ഞാൻ പോരാ, ഇവിടെ ഇടാൻ പറ്റുമല്ലോ കേട്ടോ. അപ്പൊ അയാൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഓടിച്ചു പോകും. നമ്മൾ ചെയ്യരുത്. പക്ഷെ ആ ഒരു സെക്യൂരിറ്റി വിചാരിച്ച ഭയങ്കര ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റും.
എന്ത് രസമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ജോലി നമ്മുടെ അന്നമാണ്, ഒരു സംശയമുള്ള കാര്യം. എനിക്ക് ജീവിതത്തിൽ നിർബന്ധമുള്ള കാര്യം, എൻ്റെ മക്കൾ കഴിക്കുന്ന ഭക്ഷണം ഈ ജോലിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് പ്രാർത്ഥനയോടുകൂടി ഇഷ്ടത്തോടു കൂടിയും കിട്ടുന്നതായിരിക്കണം, സത്യസന്ധമായ പൈസ ആയിരിക്കണം. ടീച്ചേഴ്സിനോട് ഞാനൊരു ടിപ്പ് പറഞ്ഞല്ലേ, പിള്ളേർ ബോറടിച്ച് ഉറക്കം തുടങ്ങി എന്ന് അറിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഉറക്കം കളയാൻ ചെയ്യരുത്. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? വഴിതെറ്റി പോകുന്ന ടീച്ചറെ. വഴിതെറ്റി പോകാന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് തുടങ്ങി വേറെ വഴിക്ക് പോവാം. നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ നമ്മളിങ്ങനെ ഇടയ്ക്ക്, ഞാനൊരു ദിവസം എറണാകുളത്തേക്ക് പോയപ്പോൾ ഒരു വെറുതെ പറഞ്ഞു നോക്കിയേ, ഇപ്പോൾ പിള്ളേർ പറഞ്ഞു പൊക്കം മിസ്സേ പൊക്കോ, ഇനി വൈകുന്നേരം വന്നാൽ മതി. അതാ പറഞ്ഞ കേട്ടോ. പക്ഷേ ദിസ് ഇസ് ഓക്കെ, നൈസ് സ്ട്രാറ്റജി. എന്തെങ്കിലുമൊക്കെ റീഫ്രഷ് ചെയ്യാൻ പറ്റും. ഓക്കെ ഗുഡ്. വേറെ എന്താ ചെയ്യുക? സംസാരിപ്പിക്കും. യെസ്, എൻ്റെ ക്ലാസ്സിൽ ചെയ്ത് സക്സസ് ആയ ഒരു സാധനം പറഞ്ഞിട്ടേ, ഇപ്പോൾ ഒരാൾക്ക് ബോറടിക്കുന്നെന്ന് വിചാരിക്കുക, നമുക്ക് മനസ്സിലായി അയാൾക്ക് ഉറക്കമൊന്നും വരുന്നുണ്ട്, അയാളെ പൊക്കരുത്, അയാളുടെ നാലാമതിരിക്കുന്ന ആളെ പൊക്കണം. ഓക്കെ, ശ്രദ്ധിച്ചു കേടും. എന്നിട്ട് അയാളോട് ചോദിക്കും, പറ പ്രകാശ സംശ്ലേഷണം എന്താ പറയും. അപ്പം അവൻ പറയും, അത് കഴിഞ്ഞ് നീ പറ. അടുത്തതും പറഞ്ഞിട്ട് അപ്പം തിരുവല്ല ഈശ്വര. ഇഞ്ചക്ഷനിലേക്കാൾ വേദനയാണ് ഇഞ്ചക്ഷനിലേക്കുള്ള യാത്ര. കുളിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കുളിക്കാൻ ശ്രമിക്കുന്നത്. ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അവരുടെ മുഖത്ത് വരും താങ്ക് യു, നിന്നെ കൊണ്ട് പറ്റൂലടാ എന്ന് പറയും താങ്ക് യു, നീ നശിച്ചു കൊടുക്കും താങ്ക് യു. ഞാൻ എപ്പോഴും അത് പറയുന്നത്. രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടി വരച്ചാൽ സാധാരണ പുറത്തിറങ്ങിയിട്ട് തെറിയ പറയാം, നീ എവിടേക്ക് നോക്കണ വണ്ടി വണ്ടി, നീ ആണ് നിന്റെ അച്ഛൻ്റെ അച്ഛൻ അമ്മയുടെ അമ്മ. വെറുതെ 5 തലമുറ മുമ്പുള്ള ആൾക്കാരെ വരെ ഓർമ്മിക്കുക. അവരാ ആ ശവക്കോട്ടയൊക്കെ കുലുങ്ങും. അതിന് പകരം പുറത്തിറങ്ങിയിട്ട് താങ്ക് യു അല്ലെങ്കിൽ സോറി അല്ലെങ്കിൽ ചിരിച്ചു നോക്കും. വണ്ടി ഉരഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു വണ്ടി ഉരഞ്ഞ പുറത്തിറങ്ങി ചിരിച്ചു 4 പ്രാവശ്യം 3 പ്രാവശ്യം സക്സസ് ആയി, 1 പ്രാവശ്യം ചിരിച്ചൊരു അടി കിട്ടി. അവർ ഉരയ്ക്കുന്നു പോലെ ഇളിക്കുന്നോടാ. അവൻ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, അതാണ്. അതുകൊണ്ടാണ് അതൊക്കെ ഉണ്ടാവും. സ്നേഹം സന്തോഷം പരത്തുക. ബ്രേക്കപ്പ് ആയപ്പോൾ ഭംഗിയുള്ളൊരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചൊരു പയ്യൻ, അവനെ കൊണ്ടുപോയിട്ട് കൗൺസിൽ ചെയ്ത് നോക്കിയപ്പോൾ അവൻ ആ പാറ്റേൺ ഉണ്ട്, മുമ്പുണ്ട്. എന്ത് ഭംഗിയുള്ള സാധനങ്ങൾ നശിപ്പിക്കുന്ന ഒരു പാറ്റേൺ അവനുണ്ട്. അവൻ അതിനു മുമ്പ് കോഴിക്കുട്ടിയെ അമ്മിക്കല്ലോണ്ട് ഇടിച്ച് കൊന്നിട്ടുണ്ട്. അതിനു മുമ്പ് പൂച്ചയെ വാലിൽ ചുരുട്ടിയിട്ട് ചുമരും അടിച്ച് കൊന്നിട്ടുണ്ട്. അതിനു മുമ്പ് സ്കൂളിലെ ബാത്റൂം കരിക്കട്ട കൊണ്ട് വരച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്ക്, ഈ ബാത്റൂം കരിക്കട്ട കൊണ്ട് വരയ്ക്കുന്നത് ഇതും തമ്മിൽ എന്താ ബന്ധമുണ്ട്? ഒരു പാറ്റേൺ അവിടുന്ന് രൂപപ്പെടുന്നത്. അതായത് വൃത്തിയുള്ളൊരു സ്ഥലം നശിപ്പിക്കാനുള്ള ഒരു ത്വര, കഴിവ്, അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷൻ അതുണ്ടാവുന്നത് അങ്ങനെ. ബാത്റൂമിൽ കരിക്കട്ട കൊണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ കരുതുന്നത് നിസ്സാരമായ പരിപാടിയാണ്. അല്ല, അപ്പം എന്തുണ്ടാവും? ഭംഗിയുള്ളൊരു കോഴിക്കുട്ടിയെ കൊല്ലാനുള്ള ഒരു മടി മാറും. കുറച്ച് കഴിയുമ്പോൾ അവ കൊല്ലും. അപ്പോൾ കുറച്ചുകൂടി ധൈര്യം വന്നു, ആ പാറ്റേൺ രൂപപ്പെട്ടു. അടുത്തത് പൂച്ചയെ അടിച്ച്. ഇത്രയും രൂപപ്പെട്ട ആൾക്ക് പിന്നെ പ്രേമം പൊളിഞ്ഞപ്പോൾ പിന്നെ അവന് തോന്നുക അവളിഞ്ഞ് അങ്ങനെ നടക്കേണ്ട, ആസിഡ് ഒഴിച്ച് പൊള്ളിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പ്രത്യേകതയുണ്ട്. അച്ചടക്കത്തോടെ ജീവിക്കാൻ പഠിക്കുക. ടാലൻറ്റിനേക്കാൾ വലുതാണ് അച്ചടക്കം. അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കണം. അച്ചടക്കത്തോടെ ഉണ്ടാവണം. ബുക്കൊക്കെ നേരെ വെക്കണം, കൃത്യമായിട്ട് കാര്യം ചെയ്യുക. മുടിയൊക്കെ പിന്നെ നമ്മളൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുടി വെക്കാം. യൂറോപ്യൻ ക്ലോസറ്റിൽ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് ബഹുഭൂരിപക്ഷം പേര് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഒരു പാമ്പ് ചുറ്റിക്കിടക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ച് പാമ്പിനെ പുറത്തടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലഷ് അടിച്ചിട്ട് എത്ര ലിറ്റർ വെള്ളം കളഞ്ഞത്. ആ പാമ്പ് അവിടെ വരൂല. ഞാൻ 9ാമത്തെ നിലയിലെ ഫ്ലാറ്റിലെ താമസിക്കുക. എൻ്റെ ഭാര്യ ഇപ്പോഴും പാമ്പിനെ അടിച്ചോട്ടിരിക്കുക. ഞാൻ പാമ്പിന് ഒന്നാണോണ്ടോ നിനക്ക് 9 നിലത്ത് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കാൻ. അങ്ങനെ ഒരു പാമ്പിനെ നമ്മൾ കാണൂല. പ്രോബബിലിറ്റി പോസിബിലിറ്റി എന്നാ പറയാം. ഇത് നടക്കുമോ? പോസിബിൾ ആണോ? പോസിബിളാണ്, പക്ഷെ പ്രോബബിലിറ്റി ഇല്ല. വിവാഹ ജീവിതം ഹാപ്പി ആണെങ്കിൽ നമ്മൾക്ക് തടി കൂടും. വിവാഹ ജീവിതം ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് വയസ്സ് കൂടും. ഹാപ്പി അല്ലെങ്കിൽ പെട്ടെന്ന് വയസ്സാവും. നമ്മൾ ഹാപ്പി ആണെങ്കിൽ തടി കൂടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ ഹാപ്പിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഉണ്ടാക്കലും അങ്ങനെയാണ്. അപ്പം എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അടി കൂടണം. എന്തെങ്കിലും കാരണം ഉണ്ടായിട്ട് അടി കൂടാൻ. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, അത് അടി കൂടിക്കോളും. ഇവരെന്താ പറയണത് ഇവർക്ക് അറിയില്ല. അതാണ് രസം. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്ന് പറയാം, വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാം. ഇത് പറയില്ല. ഞാൻ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കൂ രാത്രി,
എടി ഇന്ന് ഫുഡ് വല്ലതും പാഴ്സൽ മേടിക്കണം, വേണ്ട. അപ്പം ഞാൻ വേണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പം ഞാൻ വീട്ടിലേക്ക് വാങ്ങിക്കാണ്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ അവൾ ചോദിക്കും എവിടെ, എന്ത് ഫുഡ്? അപ്പം നീയല്ലേ വേണ്ടെന്ന് പറഞ്ഞത്. എന്നാലും മേടിച്ചൂടെ? അപ്പം എനിക്ക് തോന്നി അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കും, എടി നിനക്ക് വേണോ? അപ്പോൾ അവൾ പറയും വേണ്ട. അപ്പം എനിക്ക് മനസ്സിലായി വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ട് പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ എന്തിനാ വെറുതെ കാശ് ചിലവാക്കണം, ഇങ്ങനെ തന്നെയാണ് നിങ്ങളെ കാശ് എവിടേക്ക് കാണാത്തത് പറയും, ചീത്ത പറയും. അപ്പം എനിക്ക് ഡൗട്ടായി ഇത് വേണമെന്നാണോ വേണ്ടതാണ്. അപ്പം 3-ാമത്തെ ആഴ്ച ഞാൻ വിളിച്ചു ചോദിക്കും, എടി നിനക്ക് വേണോ? വേണം ഫുഡ്. അപ്പം ഞാൻ വാങ്ങിക്കില്ല, കാരണം ഇവിടെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ പട്ടിണി എടുക്കുന്നുണ്ടാവും. അവസാനം പാഴ്സൽ വാങ്ങിച്ചിട്ട് കാറിൽ വെച്ചിട്ട് നടന്നു വന്നു വീട്ടിൽ. എന്നിട്ട് ഞാൻ ചോദിച്ചു, അപ്പോൾ അവൾ ചോദിച്ചു ഫുഡ് എവിടെ? ഞാൻ അവർ വാങ്ങിച്ചിട്ടില്ല. അവൾ പറഞ്ഞു നിങ്ങളിങ്ങനെ തന്നെയാണ്, എന്നെ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് കാറിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ എൻ്റെ വിശപ്പൊക്കെ കിട്ടും, എനിക്ക് വേണ്ട. ഭർത്താക്കന്മാരോട് പറയുള്ളൂ, വൈഫിൻ്റെ എല്ലാ പ്രസവ സമയത്തും ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ പ്രശ്നം. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക, 2 മക്കൾ പ്രസവിച്ച സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഐ വാസ് നോട്ട് ദെയർ അറ്റ് ഹോസ്പിറ്റൽ വെൻ ഷീ ഡെലിവേഴ്സ് മൈ ഫസ്റ്റ് കിഡ് ആൻഡ് സെക്കൻഡ് കിഡ്. ഐ വാസ് നോട്ട് ദെയർ, ബിസി മാൻ. ഇപ്പം എന്താണ് എവ്രി ബർത്ത്ഡേയിൽ അതിങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവ്രി ബർത്ത്ഡേ. ഇപ്പോൾ 11 വർഷമായി മോൻ്റെ കഥ ഞാൻ കേൾക്കുന്നു. ആ കേക്ക് ഇങ്ങനെ മുറിക്കുമ്പോൾ എന്നെ ഒരു നോട്ടം, എവിടെയായിരുന്നു എന്നറിയോ ആ പ്രശ്നം. ഇപ്പം എൻ്റെ വൈഫുണ്ടല്ലോ അടിപൊളി കുക്കാണ്. എൻ്റെ അമ്മ, എൻ്റെ അമ്മായി അമ്മ, ഈ 3 പേരുടെയും പരീക്ഷണ വസ്തുവാണ് ഞാൻ. എന്തെങ്കിലും ഒരു കുറവ് പരീക്ഷണത്തിൽ ഉണ്ടായിട്ടുണ്ടോ നോക്കിയേ? എങ്ങോട്ടാ നോക്കിയത്? പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അമ്മയും ഭാര്യയും തമ്മിൽ അടിയാണെന്ന് വിചാരിക്കുക, മോൻ്റെ കാര്യം പറഞ്ഞിട്ട് അടിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവർ തമ്മിൽ പിണക്കാന്ന് വിചാരിക്കുക. അപ്പോൾ ഭർത്താവ് ചെയ്യണമെന്ന് വെച്ചാൽ 2 പേരുടെ അടുത്തും ടെററായിട്ട് നിൽക്കുക, ഫുൾ ടെറർ, 2 ആളെയും മിരട്ടുക. അപ്പം നമ്മളെ നന്നാക്കാൻ വേണ്ടി അവരൊന്നാവും. കണ്ടാ ആളുകൾ ഉമ്മ തരണണ്ട. ഈ പ്രഗ്നന്റ് ആയ ആളുകൾക്ക് പുരുഷനാണോ സ്ത്രീയാണോ സീറ്റ് കൊടുക്കുക? പുരുഷന്മാരാ. സ്ത്രീകള് പ്രഗ്നൻസി കണ്ട് ഗർഭമല്ല, എനിക്കുണ്ടായിരുന്നു 3 എണ്ണം. നമുക്ക് മെറ്റീരിയൽ സുഖമുണ്ട്, സ്പിരിച്വൽ സുഖമുണ്ട്. ഉദാഹരണം പറഞ്ഞുതരാം. ഒരു 3 മണിക്കൂറുള്ള യാത്രയാണ്. നമ്മൾ ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടിയിൽ കയറി നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും? അതായത് നമ്മൾ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും സീറ്റ് ഉണ്ടെന്ന്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിൽക്കാൻ. അവസാനം നമ്മൾ ഡ്രൈവറെ വരെ നോക്കും സീറ്റിന് വേണ്ടി. അപ്പോൾ ഡ്രൈവർ കൊണ്ടുപോകാൻ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിലെ സീറ്റിലെ ഒരാൾ അവിടുന്ന് ഇറങ്ങിപ്പോയി. നമ്മൾ ആ സീറ്റിലേക്ക് ഇങ്ങനെ സ്വർഗം കണ്ടുപോലെ നോക്കും. എന്നിട്ട് ആ സീറ്റിൽ നമ്മൾ ഇരിക്കും. ഇപ്പോൾ ഒരു സുഖം കിട്ടില്ലേ? ആ സുഖത്തിൻ്റെ പേരാണ് എന്ത്? മെറ്റീരിയൽ. ഒരാൾ ഇറങ്ങിപ്പോയില്ലേ, ആ സ്റ്റോപ്പിൽ നിന്ന് ഒരു സ്ത്രീ ഒരു കുട്ടിയെ എടുത്തിട്ട് നേരെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മളെങ്ങനെ നോക്കും. അപ്പം നമ്മൾ അവരോട് എന്തെന്തിനോ നോക്കണേ. നമ്മൾ തൊട്ടടുത്തുള്ള ആളെയൊക്കെ നോക്കുമ്പോൾ അവർ അഗാധ ഗർത്തത്തിലേക്ക് ഉറക്കത്തിൻ്റെ ഇത്ര നേരം കപ്പലണ്ടി കൊടുത്തിരുന്ന മനുഷ്യനാണ്. സ്ത്രീക്കും കുട്ടിക്കും സീറ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു സുഖം കിട്ടൂലേ? പ്രിയപ്പെട്ടവരെ, ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ ഈ സീറ്റിൽ നിന്നുള്ള സുഖം പോയി. പക്ഷേ ബസ് ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോഴും ആ സീറ്റ് കൊടുക്കാൻ കാണിച്ച നമ്മളോടുള്ളൊരു നമ്മുടെ ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു സ്പിരിച്വാലിറ്റിയാണ്. ആ സുഖമാണ് ഇന്ന് നിങ്ങൾ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ ഡോക്ടേഴ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഭയങ്ങളെയും നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ പോകുന്നേയില്ല. നമ്മൾ പേടിച്ച പ്രേതം ഉണ്ടല്ലോ, പ്രേതം ഇന്ന് വരെ കണ്ടിട്ടില്ല. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. എൻ്റെ ഒരു അധ്യാപകനോട് ചോദിച്ചു, സാറേ എനിക്ക് പ്രേതത്തിന് പേടിയുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അയാൾ പറഞ്ഞെന്താ പറയുക, വെള്ളിയാഴ്ച രാത്രി 12 മണിക്ക് പുറത്തിറങ്ങി 10 മിനിറ്റ് നിൽക്കുക, നിന്റെ പേടി പൊക്കോളും. ഞാനത് പരീക്ഷിച്ചു. വെള്ളിയാഴ്ച കാത്തിരുന്നിട്ട് 12 മണി രാത്രിയായപ്പോൾ ഞാനിങ്ങനെ പതുക്കെ ഡോറൊക്കെ തുറന്ന് പുറത്തിറങ്ങി ഇങ്ങനെ നിന്നു. അത്യാവശ്യം നിലാവൊക്കെ ഉണ്ട്. ഞാൻ നിന്നപ്പോൾ വാവ് നൈസ്, ഒരു കുഴപ്പമില്ല, ഒറ്റയ്ക്ക് രാത്രി ഒന്നുമില്ല, പ്രശ്നമില്ല, വാവ് ബ്യൂട്ടിഫുൾ. ഇതിനാണോ ഞാൻ പേടിച്ചത്? ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പുറകിലാരോ വാഴ ഇല ഉണ്ടല്ലോ, അതിന് മുകളിൽ മുണ്ട് പോയിട്ട് ചുറ്റി പിടിച്ചിട്ട് അതിങ്ങനെ ആടുന്നുണ്ട്.
ഞാനത് കണ്ടു. പിന്നെ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി. രാവിലെയാണ് പോയത്. നമ്മൾ ഈ പ്രേതത്തെ പേടിയ പക്ഷെ കണ്ടിട്ടില്ല.